ഡോക്ടർ, നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ ഇപ്പം പ്രമേഹം കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം എങ്ങനെ ഈ പ്രമേഹം വരാതെ നമുക്ക് നോക്കാം? അതുപോലെ മുൻകരുതലുകൾ എങ്ങനെ എടുക്കണം? ഏത് പ്രായം മുതലാണ് ഈ പ്രമേഹം വരാതെ ശ്രദ്ധിക്കേണ്ടത്? ആദ്യത്തെ ചോദ്യം തന്നെ വളരെ നല്ല ചോദ്യം. പക്ഷെ ഉത്തരം പറയൽ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഏകദേശം 1/4 തോതിലാണ് പ്രമേഹ രോഗം കണ്ടുവരുന്നത്. രസകരമായ ചില കാര്യങ്ങൾ കേരളത്തിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലും അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലും പ്രമേഹത്തിൻ്റെ തോത് ഒരേ മാതിരിയാണ് എന്നുള്ളതാണ്. ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ റൂറൽ അല്ലെങ്കിൽ ഈ ഗ്രാമപ്രദേശങ്ങളിലാണ് പ്രമേഹത്തിൻ്റെ തോത് കുറഞ്ഞു കാണുന്നത്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു ഡിമാർക്കേഷൻ ഇല്ല. രണ്ടാമത്തെ പ്രത്യേകത, വളരെ ചെറുപ്പത്തിൽ പോലും നമ്മളുടെ കേരളീയർക്ക് പ്രമേഹം പിടിപെടുന്നതായിട്ടാണ് കാണുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ വ്യക്തികൾക്ക് ഹൃദ്രോഗം വരുന്നത് വളരെ നേരത്തെ വരുന്നു. സാധാരണയായി നമ്മൾ പറയാറുള്ളത് 40 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷം എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നാം കണ്ടുവരുന്നത് 30-നോടടുത്ത സമയം, 30-ന് മുമ്പും ഹൃദ്രോഗം കാണുന്നു, അതേപോലെ തന്നെ പ്രമേഹം കാണുന്നു. അപ്പം അതുകൊണ്ട് കേരളത്തിൻ്റെ പ്രമേഹത്തിൻ്റെ സ്വഭാവം വളരെ സവിശേഷത ഉള്ളതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ, ഏത് തരത്തിൽ നമുക്ക് പ്രമേഹത്തിൻ്റെ തോതിനെ കുറയ്ക്കാം, അല്ലെങ്കിൽ പിടിച്ചു നിർത്താം, അല്ലെങ്കിൽ നമുക്ക് തടഞ്ഞു നിർത്താം എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം, ആദ്യത്തേത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കുടുംബപരമായ കാര്യങ്ങൾ, അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ അമ്മാവന്മാർക്കും കുടുംബത്തിൽ മറ്റു പലർക്കും ഉണ്ടെങ്കിൽ പ്രമേഹത്തിന് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് പറ്റും, പ്രമേഹത്തിനെ നമുക്ക് മാറ്റി നിർത്താൻ. എന്ന് വെച്ചാൽ പോസ്റ്റ്പോൺ ചെയ്യാം. ഇന്ന് വരുന്നതിന് പകരം പക്ഷേ കുറച്ച് ഒരു 50 വയസ്സിലോട്ടൊക്കെ നമുക്ക് തള്ളി അതിനുശേഷം നമുക്ക് പ്രമേഹം കാണാം എന്നുള്ള ലെവലിൽ എത്തിക്കാവുന്നതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ടത്, പ്രമേഹം വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു വിഭാഗങ്ങളെ അല്ലെങ്കിൽ ആ വിഭാഗം ജനങ്ങളെ നാം ശരിയായ രീതിയിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് അവരുടെ ഭക്ഷണ ക്രമീകരണം നല്ല രീതിയിലാക്കുക, വ്യായാമം തെറ്റില്ലാത്ത രീതിയിൽ ചെയ്യുക, മിനിമം വ്യായാമമെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു സന്ദേശം അവരുടെ മനസ്സിൽ ഏത് വിധേനയും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു പ്രത്യേക ഒരു സ്റ്റെപ്പാണ് നമ്മൾ എടുക്കാൻ. നമ്മളുടെ ഗവൺമെന്റ് വളരെ വളരെ ഒരു അഗ്രസീവ് മാനേജ്മെന്റ് ആണ് ഡയബറ്റീസ് പ്രിവെൻഷനും അല്ലെങ്കിൽ ജീവിത ശൈലി രോഗങ്ങളെയും തടയാൻ വേണ്ടി കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ കാതലായ കാര്യം, ശരിയായ രീതിയിൽ ഡയബറ്റിക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക, അതോടുകൂടെ തന്നെ വരാൻ സാധ്യത ഉള്ളവർക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെതായ ദൂഷ്യഫലങ്ങൾ ഒഴിവാക്കി എടുക്കുക എന്നുള്ളതാണ് കേരള ഒരു ആരോഗ്യ വകുപ്പ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പഴയ മാതിരിയല്ല, ഈ ആരോഗ്യരംഗത്ത് വളരെയധികം വ്യത്യാസം വരുന്ന ഈ കാലത്ത് നമുക്ക് ഒരു പരിധിവരെ പ്രമേഹത്തെ പോസ്റ്റ്പോൺ ചെയ്യാനും പ്രമേഹം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാനും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ കുറയ്ക്കാനും പറ്റും എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടെ ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്.